Hi guys, welcome back to my channel. ഞാൻ Sheethal എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കാന്നുള്ളതായിട്ടാണ്. എന്തെങ്കിലും ചായക്കോ കാപ്പിക്കോ എന്തെങ്കിലും കൂടെ തിന്നാൻ വേണ്ടേ, അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ്. യെസ് റൈറ്റ്, സൊല്യൂഷൻ പോലെ തന്നെ നമുക്ക് ഉഴുന്നുവട, അതേപോലെ നമ്മൾ ഓരോന്ന് വാങ്ങിക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ ഉള്ളിവട അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ സബോള കുനുകുനാന്ന് നമുക്ക് അരിയാം. ഞാനിപ്പോൾ ഇവിടെ 2 സബോളയാണ് എടുക്കുന്നത്. ഞാനുള്ളത് ചെയ്യുന്നത് അമ്മയാണ്. കണ്ട, ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അരിഞ്ഞത് വന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് മതിയാവും. ഇനി നമുക്ക് ആദ്യം തന്നെ ഇടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ ഇപ്പോൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടലമാവ് ഇടാം. അപ്പോൾ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എടുത്ത സബോളയിൽ ഒന്ന് മുങ്ങിക്കിടക്കണം, അങ്ങനത്തെ രീതിയിൽ വേണം കടലമാവ് ഇടാൻ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മൈദ, അരിപ്പൊടി പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ചായി ഒഴിച്ച് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നല്ല പോലെ ആ സബോളയിലൊക്കെ നല്ല പോലെ പിടിക്കട്ടെ. ഉള്ളിവടയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഒന്നും എടുക്കാൻ പാടില്ല, സബോള തന്നെ വേണം. അപ്പോൾ ഉള്ളിയൊന്നും എന്തായാലും എടുക്കരുത്, ചെറിയ ഉള്ളി. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മുക്കി നല്ലപോലെ പൊരിച്ചെടുക്കാനായിട്ട്, നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്, വറുത്തെടുക്കാൻ നമുക്ക് ഇതേപോലെ ഒരു ചട്ടിയോ ഇതിലാണ് നിങ്ങൾ വറക്കണേ വെച്ചാൽ അത് നമുക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലൊരു കയ്യിൽ കഴുകി എടുത്ത് വയ്ക്കുക, നമുക്ക് കോരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കുറച്ചായിട്ട് സ്പൂണ് കൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഇതേപോലെ ഒരു കയ്യിൽ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഉള്ളിവട ഇതാ റെഡിയായി. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് തന്നെ മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്തിരി ചൂടും ഉണ്ടായിരുന്നു, ആക്രാന്തം കയറി കഴിച്ചുകൊണ്ടാണ്. വായൊക്കെ ചെറുതായിട്ട് പൊള്ളി, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഉള്ളിവട ഉണ്ടാക്കണേന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റാ.